അങ്ങനെ പേ ചെയ്ത് വാങ്ങുമ്പോഴേക്കും ഒരു ഐറ്റത്തിൽ ഒരു മിനിമം 18 to 24 റുപ്പീസ് വരെ നമുക്ക് കുറവ് വരാറുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു സൈനൂസ് വ്ലോഗ്. നമ്മൾ ഇന്ന് മീഷോ ആൻഡ് ഫ്ലിപ്കാർട്ടിലെ ഒരു റാൻഡം ഫൈൻസ് ഹോൾ വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കിച്ചൺ ഐറ്റംസ് ഉണ്ട്, കിച്ചൺ ഡെക്കോർ ഉണ്ട്, പിന്നെ വോൾ ഡെക്കോർ ഐറ്റംസ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് വോൾ ഡെക്കോർ നോക്കാം. ഇത് ഞാൻ ഓൾറെഡി ഒന്ന് പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ഇത് രണ്ടെണ്ണത്തിന്റെ കോംബോ സെറ്റ് ആയിരുന്നു. വന്നപ്പോൾ ചെറിയൊരു പാക്കറ്റ് കണ്ടപ്പോൾ കൺഫ്യൂഷൻ കാരണം ഇത് പൊട്ടിച്ചു നോക്കിയതായിരുന്നു. ആദ്യത്തെ സെറ്റ് ഇതാണ്. വുഡിൽ ഒരു മെറ്റൽ ഡിസൈൻ ആയിട്ട് വരും, ഗോൾഡൻ കളറിൽ. ഇത് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ 2 സൈഡ് ടേപ്പ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 3 ഡിസൈനാണ്, 3 തരത്തിലുള്ള ലീഫ്. പിന്നെ ഇതും വുഡിൽ തന്നെ ഉള്ളതാണ്. ഇതും ലീഫിൻ്റെ ഡിസൈൻസ് ആണ്. ഇതൊരു ഫ്ലവർ, പിന്നെ 2 ലീഫ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതിനുമുണ്ട് ടേപ്പ്. ഇത് പക്ഷെ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. നമ്മൾ ശരിക്കും സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞൊക്കെ പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നമ്മളിത് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തുടയ്ക്കേണ്ടി വരും. ഹാർഡായിട്ട് തുടച്ചാൽ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഈ 2 സെറ്റിനും കൂടെ 189 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഒറ്റയ്ക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിന് 144 രൂപയും ഇതിന് 115 രൂപയുമാണ്. കോംബോ ഓഫേഴ്സ് ചില സമയങ്ങളിൽ വരാറുണ്ട്, അപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ 189 രൂപയ്ക്ക് കിട്ടും. അടുത്തൊരു ബാക്ക് സീലിംഗ് ക്ലിപ്പാണ്. ഇത് 3 കളറിലാണ് വന്നിരിക്കുന്നത്. 6 എണ്ണം വീതമുള്ള 3 കളറുണ്ട്. 6 വലുത്, 6 മീഡിയം, 6 സ്മോൾ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് ജസ്റ്റ് ബാക്കി നമുക്കിങ്ങനെ കവറിനകത്ത് വെക്കണമെങ്കിൽ ഇതിനകത്ത് വെച്ചിങ്ങനെ ഇത് ചെയ്താൽ മതി. അവിടെ അങ്ങനെ ഇരുന്നോളും. അത്രയ്ക്ക് എയർ ടൈറ്റ് ഒന്നും അല്ല, പക്ഷെ എന്നാലും നന്നായിട്ട് കവർ ചെയ്തിരിക്കും. ഇങ്ങനെ വെച്ചേക്കാൻ പറ്റും നമുക്ക്. ഈ 18 പീസസിന് ഞാൻ സ്പെൻഡ് ചെയ്തത് 77 രൂപയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 92 രൂപയാണ്. ഇതിന് 4.1 റേറ്റിംഗ് ഒക്കെ ഉള്ള സാധനമാണ്. പിന്നെ ഞാൻ കൂടുതലായിട്ടും ഒരുപാട് ഷോർട്സ് വീഡിയോയിലകത്തൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു ഈ ഒരു പാത്രം കഴുകാൻ വേണ്ടിയിട്ടുള്ള ഈ നെറ്റ് പോലത്തെ സംഭവം. ഇത് നോൺ സ്ക്രാച്ച് വയർ ഡിഷ് ക്ലോത്ത് എന്നായിരുന്നു. 5 എണ്ണത്തിൻ്റെ പാക്കറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി, നമ്മൾ സ്റ്റീൽ വൂളൊക്കെ യൂസ് ചെയ്യുന്നതിനെ കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ വന്നതായിരുന്നു ഈ ഒരു ബ്രഷ്. ഇത് സത്യത്തിൽ എന്ത് ക്ലീൻ ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത്തിരി ഹാർഡായിട്ടുള്ളത്. അത് ബോട്ടിലൊക്കെ വാഷ് ചെയ്യാൻ എന്തായാലും ഇതുകൊണ്ട് പറ്റത്തില്ല. ഇത് എന്തിനാണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഇതിന് 74 രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോഴത്തെ റേറ്റ് 87 രൂപയാണ്. ഇതിന് 3.6 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഐസ് മസാജ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഐസ് നമുക്ക് ഫേസിൽ നമുക്ക് മസാജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇതെല്ലാവരും യൂസ് ചെയ്യാറുള്ളതാണല്ലോ. ഇതൊരു സിലിക്കോൺ മെറ്റീരിയലാണ്. ഇത് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ കോംബോയിലുള്ളതായിരുന്നു ഈ ഒരു ജെയ്ഡ് റോളറും ഗുവാഷയും. ഇതിൻ്റെ ഇവിടെ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും മുഖത്ത് ഉരയ്ക്കുമ്പോൾ ചിലപ്പം മുഖത്തിന് സ്ക്രാച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടം കൊണ്ടായെന്ന് തോന്നുന്നു ഇങ്ങനെ ഉരയ്ക്കുന്നത്. കുഴപ്പമില്ല. ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെയും കൂടെ റേറ്റ് 165 റുപ്പീസാണ്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് 193 റുപ്പീസാണ്. ഇതൊരു കോട്ടൺ ടേബിൾ റണ്ണറാണ്. ഒരു താങ്ക് യു കാർഡൊക്കെ ഉണ്ട്. ഇതിൻ്റെ അറ്റത്തൊരു ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതൊരു 6 സീറ്റർ ഡൈനിങ് ടേബിളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റണ്ണറാണ്. നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ്. ഇനി ഇട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഒരു കട്ടിംഗ് ബോർഡാണ്, പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ്. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡിൽ നിന്നും വുഡിൻ്റെ കട്ടിംഗ് ബോർഡിലേക്ക് മാറുവാണ്. ഞാൻ
എനിക്ക് വുഡിൻ്റെ കട്ടിംഗ് ബോർഡ് ഉണ്ട്, പക്ഷെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിച്ചു. കാരണം ഈ മഴയുടെ ടൈമൊക്കെ ആകുമ്പോഴേക്കും ആ വുഡിൻ്റെ കട്ടിംഗ് ബോർഡ് വല്ലാതെ പൂപ്പൽ പിടിക്കുന്നു. ഞാനത് വിനാഗിരി വെച്ച് ക്ലീൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചില സമയത്ത് വെളിച്ചെണ്ണ വെച്ചിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. എന്നാലും അത് അങ്ങനെ ആ ഒരു പൂപ്പൽ ചില സമയങ്ങളിൽ കൂടുതലായിട്ട് നിൽക്കുന്നു. കാരണം നമ്മുടെ ഈ പ്രദേശത്ത് ഇച്ചിരി ഈർപ്പം കൂടുതലാണ്. ഇതും നല്ല ക്വാളിറ്റി ഉണ്ട്, ഒത്തിരി വലുതൊന്നുമല്ല, ജസ്റ്റ് ഒരു ചെറിയ കട്ടിംഗ് ബോർഡ്, നല്ല ഭംഗിയുണ്ട്. ഇതിന് കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. നമ്മുടെ കിച്ചണിലെ ക്യാബിനറ്റിൻ്റെ കളർ റെഡ് ആയതുകൊണ്ട് ഞാൻ റെഡ് ഓർഡർ ചെയ്തതാണ്. എല്ലാ കളേഴ്സിൻ്റെയും കൂടെ ആ സെയിം കളറിലുള്ള നൈഫും കൂടെ അവൈലബിൾ ആണ്. ഇതിന് ഞാൻ വാങ്ങിയപ്പോൾ 115 ആയിരുന്നു റേറ്റ്, ഇപ്പം 147 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഓരോ സമയത്തും റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ മോസ്റ്റ്ലി മീഷോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴേക്കും ക്യാഷ് പേ ചെയ്തിട്ടാണ് വാങ്ങാറുള്ളത്. കാരണം അങ്ങനെ പേ ചെയ്ത് വാങ്ങുമ്പോഴേക്കും ഒരു ഐറ്റത്തിൽ ഒരു മിനിമം 18 to 24 റുപ്പീസ് വരെ നമുക്ക് കുറവ് വരാറുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ മാത്രം അങ്ങനെ ഒരു ഡിസ്കൗണ്ട് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ പേ ചെയ്തിട്ട് ആണ് ഓർഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഡിസ്കൗണ്ട് കിട്ടും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനം നേരത്തെ വരും. നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സാധനം ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഞാൻ കുറേ തവണ കുറേ സാധനങ്ങൾ അങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറിയിലും അല്ലാതെയും വാങ്ങി നോക്കിയിട്ടുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നമുക്ക് എപ്പോഴും നേരത്തെ സാധനങ്ങൾ കിട്ടും. ഹായ്, ഇതും ഒരു വാൾ ഡെക്കോറാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ. ഞാനിത് ശരിക്കും ചെറുതായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കാരണം അതിൻ്റെ റിവ്യൂസിലൊക്കെ സൈസ് ഈസ് വെരി സ്മോൾ എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ ഡെക്കോർ ചെയ്യുന്ന കിച്ചണിലെ വാൾ ഡെക്കോറാണ് ഇത്. പക്ഷെ ഇത് ശരിക്കും നല്ല വലിയ സൈസാണ് കേട്ടോ. ഇതുണ്ടോ, 3 വേർഡ്സിൽ ഉണ്ട്, 3 കളറിൽ. കിച്ചൺ ബ്രിങ്സ് ഫാമിലീസ് ടുഗദർ. ഇത് മീൽസ് ആൻഡ് മെമ്മറീസ് ആർ മെയ്ഡ് ഹിയർ. പിന്നെ ദ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഈസ് ഓൾവേസ് ലവ്. നല്ല രസമുണ്ട് കേട്ടോ ഇത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഹാഫ് സൈസ് മാത്രമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് സൂപ്പർ സാധനമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിന് ഒരു ഇതുണ്ട്, ഇങ്ങനെ ഒരു ഹാങ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു വള്ളിയൊക്കെ ഉണ്ട്, ഇതേ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ്, സൂപ്പർ. ഇതിന് 10 on 10 കൊടുക്കുന്നുണ്ട്. ഇതിന് 4.4 റേറ്റിംഗ് ഒക്കെ ഉള്ള സംഭവമാണ്. ഇതിൻ്റെ റേറ്റ് 99 രൂപയുള്ളൂ. ശരിക്കും 99 രൂപയ്ക്ക് ഒട്ടും നഷ്ടമില്ല കേട്ടോ. ഇപ്പോഴത്തെ റേറ്റ് 121 രൂപയാണ്. അടിപൊളി സംഭവം. ഇതും ഈ ഹാർഡ് ബോർഡ് ഇല്ലേ, അങ്ങനത്തെ സാധനമാണ്. അടിപൊളി, സൂപ്പർ. ഇത് നമ്മളുടെ ഡ്രസ്സസ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗ്സ് ഉണ്ടല്ലോ, അതാണ്. ഇത് ഇച്ചിരി ലാർജ് സൈസിലാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഇത്ര ലാർജ് സൈസ് ആണെങ്കിലും അത്ര ലാർജ് ആയിട്ട് തോന്നുന്നില്ല. കുഴപ്പമില്ല, ഇത്രയുണ്ട്. നമുക്ക് സാരി അല്ലെങ്കിൽ നല്ല ഡ്രസ്സസ് ഒക്കെ ഇതിനകത്തേക്ക് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ അലമാരിയിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ കേടാവാതെയും ഇരിക്കും. പിന്നെ നമുക്ക് എടുക്കാനും എളുപ്പമുണ്ട്. നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് താഴെ പോകുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. 6 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 6 എണ്ണത്തിൻ്റെ സെറ്റാണ്. 6 എണ്ണത്തിനും കൂടി 155 രൂപയായിരുന്നു ഞാൻ വാങ്ങിയപ്പം. ഇപ്പോഴത്തെ റേറ്റ് 172 രൂപ. ഇപ്പം എപ്പോഴത്തെ റേറ്റ് അന്നും ഞാൻ വാങ്ങിയപ്പോൾ 172 രൂപ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ക്യാഷ് പേ ചെയ്തത് കൊണ്ടാണ് 155-ന് നമുക്ക് കിട്ടിയത്. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ 172-ന് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി അടുത്തത് ചില സാധനങ്ങൾ നമ്മൾ സൈസ് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ വരും. ചില സാധനങ്ങൾ നമ്മൾ സൈസ് പ്രതീക്ഷിക്കുന്നതിനെ കഴിഞ്ഞും കുറവായിരിക്കും. ഈ ഒരു വിൻഡോ ക്ലീനിങ് ബ്രഷിന് ഞാൻ ഇതിനെ കഴിഞ്ഞു സൈസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഇത്രയുമെങ്കിലും സൈസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര സ്മോൾ ആയിപ്പോയി. ഇത് ജസ്റ്റ് നമുക്ക് വെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വിൻഡോസിൻ്റെ ഗ്ലാസസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു മെഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വൈപ്പറും കൂടെ ഉണ്ട്.
ഇത് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഹാൻഡിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഇത്തിരി ഹൈറ്റ് ഉള്ളിടമൊക്കെ വിൻഡോ ഒക്കെ തൂക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഴപ്പമില്ല. 149 രൂപയാണ് ഈ ഒരു വൈപ്പറിന്റെ പ്രൈസ്. ഇത്രയും സാധനങ്ങളായിരുന്നു ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നും കുറച്ച് കിച്ചൺ കണ്ടെയ്നേഴ്സ് ആണ്. നമുക്ക് മസാലപ്പൊടികൾ, പരിപ്പ്, പയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു 600 ml ബോട്ടിൽസ് ആണിത്. 10 ബോട്ടിൽസിന്റെ സെറ്റായിരുന്നു വാങ്ങിയത്. ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഒക്കെ ഉണ്ട്. എയർ ടൈറ്റ് ആണ് ഇതിന്റെ അടപ്പൊക്കെ. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ബ്ലാക്കിലായിരുന്നു, വന്നത് ഗ്രീൻ ആണ്. പല കളേഴ്സിലുണ്ടായിരുന്നു. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മസാല ഐറ്റംസ്, പൊടികൾ, എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു കണ്ടെയ്നറാണ്. ഇത് 1100 ml. ഇത് ബ്ലാക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനും എയർ ടൈറ്റ് ഒക്കെ ഉണ്ട്. ഇത് ഡിഷ് വാഷർ സേഫ്, ഫ്രീസർ സേഫ്, അങ്ങനെ എല്ലാം ഉണ്ട്. സാധാരണ പ്ലാസ്റ്റിക് പാത്രം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോവും. ഇതങ്ങനെ പൊട്ടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ BPA ഫ്രീ ആണ്. പിന്നെ ഇത് 12 എണ്ണത്തിനും കൂടിയിട്ട് 478 രൂപയായിരുന്നു ഞാൻ പേ ചെയ്തത്. ഇപ്പൊ അതിന്റെ റേറ്റ് 483 രൂപയാണ്. പിന്നെ ഈ ചെറുതിനായിരുന്നു ശരിക്കും പറഞ്ഞാൽ റേറ്റ് കൂടുതൽ. ചെറുത് 10 എണ്ണത്തിന് 499 രൂപയായി ആയിരുന്നു ഞാൻ പേ ചെയ്തത്. ഇപ്പോൾ 506 രൂപയാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കുക്കിംഗ് വെയർ സെറ്റാണ്. 3 പാനിന്റെ സെറ്റാണ്. തവ പാൻ ഉണ്ട്, ഒരു ഫ്രൈങ് പാൻ ഉണ്ട്, ഒരു കടായി പാൻ ഉണ്ട്. ഇതിന് മൂന്നിനും കൂടിയിട്ട് ഒരു ഗ്ലാസ് ലിഡ് ആണുള്ളത്. ഇത് നോൺ സ്റ്റിക്ക് ഗ്രാനൈറ്റ് കുക്ക് വെയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡിഷ് വാഷർ സേഫ് ആണ്. പിന്നെ ഇൻഡക്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 3 കളറിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ബ്രൗണ്, ഗ്രേ, പിന്നെ ഈ ഒരു എന്താ പറയുക ഐവറി കളർ. എനിക്ക് ഈ ഐവറി കളർ ആയിരുന്നു കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. ഇതിന് ഞാൻ വാങ്ങിയത് ഓഫർ ടൈമിലായിരുന്നു. 1199 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇപ്പം 1349 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. ഇത് ക്വാളിറ്റി വൈസ് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഒരു 1.5 മാസത്തോളമായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഈവൻ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കളർ വരുമോ, കളർ മാറുമോ, അങ്ങനെ ഒന്നും ചെയ്തില്ല. ഈ പാനാണ് ഞാൻ ഏറ്റവും കൂടുതലും എന്നും ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ പെട്ടെന്ന് ഇതിലിങ്ങനെ കളർ വരാറുണ്ടല്ലോ, അങ്ങനെ കളറൊന്നും വന്നിട്ടില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് കൂടി ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടാണ്, ബൈ ഡിസംബർ എനിക്കൊരു 5000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.